ഹായ് ഗേയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത ധാരാളം വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതിൽ പെട്ടെന്നാണ് നമ്മുടെ ഈ ഡൊമിനാറൊക്കെ. അപ്പോൾ അത് കാരണം നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ചെയിൻ ലോബ് ചെയ്യുമ്പോൾ വാഷ് ചെയ്യുമ്പോഴൊക്കെ അത് പരിഹരിക്കാൻ വേണ്ടി ഉള്ള സംഭവമാണ് ജി റോളർ, അതുപോലെ തന്നെ പെഡോഗ് സ്റ്റാൻഡ്. പക്ഷേ ഈ പെഡോഗ് സ്റ്റാൻഡ് നമുക്ക് ഇടാനും ഒക്കെ സുഖമാണ്, പക്ഷേ അത് ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു യാത്ര പോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുറേ സ്ഥലം വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ഒരു ജി റോളർ എന്ന് പറയുന്നത്. പിന്നെ ഈ സ്റ്റാൻഡുകൾ, സെൻറ്റർ സ്റ്റാൻഡൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വെക്കാൻ പറ്റും. പക്ഷേ സെൻറ്റർ സ്റ്റാൻഡ് കൂടുതൽ ആളുകളും വെക്കാതിരിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സെൻറ്റർ സ്റ്റാൻഡ് വേണ്ടി വരും. അപ്പോൾ നല്ല വെയിറ്റ് താങ്ങുന്ന, നല്ല വെയിറ്റുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ അത് കാരണം നല്ല വെയിറ്റുള്ള സെൻറ്റർ സ്റ്റാൻഡ് വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വീണ്ടും വർദ്ധിക്കും. ധാരാളം ആളുകൾ ഇത് ടൂറിങ്ങിനൊക്കെ വേണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാരിയർ, സാഡിൽ സ്റ്റേ, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഇതിന്മേ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വെയിറ്റ് ആയിട്ട് മാറും. അതിന് പുറമെ ഈ സെൻറ്റർ സ്റ്റാൻഡും കൂടെ നമ്മൾ വരുമ്പോൾ വണ്ടി ബാലൻസ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറത്താവും. അപ്പോൾ അത് കാരണമാണ് കൂടുതൽ ആളുകളും അതൊന്നും യൂസ് ചെയ്യാത്തത്. ഇന്ന് നമ്മൾ അതിന് പരിഹാരമായിട്ടുള്ള ഈ ജി റോളറാണ്. ഇത് കൂടുതൽ ആൾക്കാർക്ക് അറിയും, പക്ഷേ എന്നാലും കൂടുതൽ ആളുകൾക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എന്തിനാണെന്നൊന്നും അറിയില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് യാത്രകളിൽ നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ സുഖമാണ്. കണ്ടോ, ഈ ഒരു കയ്യിൽ നമുക്ക് ഒതുങ്ങും. അപ്പോൾ അതാണ് ഇത് കൂടുതൽ ആളുകളും യൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ മാത്രമല്ല, നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിന് പെഡോഗ് സ്റ്റാൻഡൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റും കുറച്ച് കുറവാണ്. ഇത് തന്നെ നമുക്ക് വീട്ടിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇനി നമ്മൾ ഈ ഒരു ജി റോളറിനെ വണ്ടി കയറ്റാൻ പോവാണ്. അപ്പോൾ അതിന് കണ്ടോ, ഈ ഒരു ചെറിയൊരു ഭാഗം ഉണ്ടല്ലോ, ഇതിലൂടെയാണ് വണ്ടി ഇങ്ങനെ കയറ്റുക. അപ്പോൾ ഇത് ഈ ഒരു ടയറിൻ്റെ ഒരു അടിഭാഗത്താക്കിയിട്ട് വെക്കുക. കണ്ടോ, ചിലപ്പോൾ വണ്ടി കയറ്റുമ്പോൾ ചിലപ്പോൾ ചെരിഞ്ഞ് പോവും. അത് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കയറ്റി വെക്കണം. ഇങ്ങനെ വെക്കുക. ഇനി അതിന് ശേഷം നമുക്ക് വണ്ടി കയറ്റാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ജി റോളറിന്മേ ഈ ഒരു ടയർ കയറ്റി നിർത്തി. കണ്ടോ, കറക്റ്റായിട്ട് തട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയിൻ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കണ്ടോ, ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കണ്ടോ, അതിങ്ങനെ കറങ്ങണം. നോക്കി കണ്ടോ, അപ്പോൾ ടയർ ഇങ്ങനെ സിമ്പിളായിട്ട് കറങ്ങും. കണ്ടോ, നമ്മൾ ഒരു കൈയായിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ എന്താണ് യൂസ് ചെയ്യുന്നത്, ചെയിൻ ക്ലീനർ ആണെങ്കിൽ ചെയിൻ ക്ലീനർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡീസലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഉപയോഗിക്കുക. കണ്ടോ, ഈ ബ്രഷ് ഇട്ടിട്ട്, ഈ ബ്രഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ആ ഒരു സൈഡും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു ബ്രഷ് തന്നെ വാങ്ങിക്കാൻ നോക്കുക. കണ്ടോ, വളരെ സിമ്പിളാണ്. നമുക്ക് ഇത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കടകളിലൊന്നും കൊടുത്ത് വെറുതെ അതിനൊന്നും കാശ് കളയണ്ട. നമുക്ക് ലൂബും ഈ ബ്രഷും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പെഡോഗ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ജി റോളറോ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്തു. ഇനി ചെയിൻ ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ വെള്ളം കൊണ്ട് കണ്ടോ ഇങ്ങനെ കഴുകണ നല്ലതാണ്. കണ്ടോ, വെള്ളം പറന്ന് കണ്ടോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് വരും. വലിയ റിസ്ക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഒറ്റ കൈയായിട്ട് തന്നെ നമുക്ക് കണ്ടോ, ഇങ്ങനെ ഒറ്റ കൈയായിട്ട് തന്നെ തിരിക്കാൻ പറ്റിയ സംഭവം അതിനുള്ളൂ. കണ്ടോ, നോക്കിയേ. അപ്പോൾ ഇതാണ് ജി റോളർ ഉപയോഗിക്കേണ്ട രീതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇപ്പോൾ ചെയിൻ കണ്ടോ ക്ലീനൊക്കെ ചെയ്ത് കണ്ടോ വളരെ അടിപൊളിയാക്കി. ഇനി ടോട്ടലായിട്ടൊന്ന് വാഷ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഈ പ്രഷർ വാഷറിൻ്റെ ഒരു വീഡിയോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ലൂബാണല്ലോ, അത് നാളെ നമ്മൾ അടിക്കും. അതിൻ്റെ വീഡിയോ വേറെ വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കുള്ളൊരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.